ഇതിൽ പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്തൊക്കെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അഭിനന്ദിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ സ്കാൾപ്പ് മിസൈലിനെ കുറിച്ച് പറഞ്ഞു. സ്കാൾപ്പ് മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു പേരുണ്ട്. എന്താണെന്നറിയാമോ? സ്റ്റോം ഷാഡോ എന്നാണ് അതിനെ വിളിക്കുക. എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിന്റെ നിഴൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വരുന്നത് കൊടുങ്കാറ്റാണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കൊരു ചെറിയ ഷാഡോ പോലെയാണ് തോന്നുക. നിങ്ങൾക്കൊരു മന്ദമാരുതനാണെന്ന് തോന്നും. പക്ഷേ വന്ന് പ്രഹരമേൽപ്പിക്കുമ്പോഴാണ് അതൊരു കൊടുങ്കാറ്റായിട്ട് മാറുന്നത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്തതും അങ്ങനെയായിരുന്നില്ലേ? ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് രാജ്നാഥ് സിംഗ് കൊടുത്ത ഉപമയെ അനുകൂലിക്കുന്ന ഒരാളാണ്. നമുക്ക് വേണമെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ പറയാം, ഒരു സെക്കുലർ രാഷ്ട്രത്തിൽ നിങ്ങൾക്ക് രാമായണവും ഹനുമാനെയും ഈ പറയുന്ന സിന്ദൂരത്തെക്കുറിച്ചും ഒക്കെ പറയാൻ കഴിയുമോ? നോക്കൂ, ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഒരു ഭരണഘടനയെ പോലെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ത്യൻ ആർമിയുടെ റെജിമെന്റുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിഭാഗങ്ങൾ അവിടെയുണ്ട്, പല റെജിമെന്റുകളുണ്ട്. ആ റെജിമെന്റുകൾ ഭാഷയുടെ പ്രദേശത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പഴയ റെജിമെന്റുകളുടെ തുടർച്ചയാണ്. പക്ഷെ അവരപ്പോഴും അവരുടെ റെജിമെന്റുകളെ കുറിച്ച് വലിയ അഭിമാനമുള്ള മനുഷ്യരാണ്. ആ റെജിമെന്റുകളിൽ പലതരത്തിലുള്ള മോസ്കുകൾ നിങ്ങൾക്ക് കാണാം, അമ്പലങ്ങൾ കാണാം, പള്ളി കാണാം, ഗുരുദ്വാര കാണാം. ഇത് എല്ലാം നടത്തുന്നത് ആർമിയാണ് നടത്തുന്നത്. നമുക്ക് പറയാം, ഒരു സെക്യുലർ രാജ്യത്ത് ആർമിക്ക് ഇത് നടത്തേണ്ട അവകാശമുണ്ടോ? അങ്ങനെയല്ല. ആർമിയുടെ വാല്യർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ വിഷയമല്ല. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപമ ഈ അർത്ഥത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ആർമിയെ പ്രചോദിപ്പിക്കാൻ ശക്തമാണ്. എന്താണ് രാജ്നാഥ് സിംഗ് ഉപയോഗിച്ചിരിക്കുന്ന ഉപമ? രാമായണത്തിലെ അശോകവനത്തിലെ കഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞത്? നമ്മുടെ ശുഭാംശു ത്രിവേദിയോട് പറഞ്ഞത് എന്താ? ത്രിവേദിയോട് പറഞ്ഞ വാചകം, ഭീകരൻ ക്ലോസ് റേഞ്ചിൽ തോക്ക് വെച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ കേണപേക്ഷിക്കുന്നു, നിങ്ങൾ എന്റെ ഭർത്താവിനെ കൊന്നു, നിങ്ങൾ എന്നെ കൂടി കൊന്നോളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ശുഭത്തോട് ആ തീവ്രവാദി പറയുന്ന വാചകം ഇതാണ്: നിങ്ങളെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്നാണ് പറയുന്നത്. ഇതല്ലേ യഥാർത്ഥത്തിൽ സീതയെ തിരക്കി വന്ന ഹനുമാനോട് രാവണൻ പറയുന്ന വാചകമാണ്: പോയി രാമനോട് പറയൂ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു ആവർത്തനമാണ്. ഇത് കേട്ട് ഹനുമാൻ വെറുതെ പോവുകയല്ല ചെയ്തത്. ഹനുമാൻ എന്താണ് ലങ്കയിൽ ചെയ്തത്? സമാനമായ കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഉപമ. ഇതൊക്കെ ഒരുതരം വാലർ, പ്രതീകാത്മകമായ കാര്യങ്ങളാണ്. അതിനെ ഒന്നും ഈ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് വിലയിരുത്താൻ നമുക്ക് കഴിയില്ല. ഓപ്പറേഷൻ സിന്ദൂർ നോക്കൂ, അതിനുശേഷം അത് വ്യക്തമാക്കാൻ വന്നിരിക്കുന്ന നമ്മളുടെ വളരെ ധീരയായിട്ടിരിക്കുന്ന നമ്മളുടെ വനിതാ പോരാളികൾ അവർ നടത്തിയ പ്രസ് ബ്രീഫിംഗ്, ഇതൊക്കെ പ്രതീകാത്മകമാണ്. ആ അർത്ഥത്തിൽ അത് തെരഞ്ഞെടുത്ത ആ പ്രതീകാത്മകമായിട്ടുള്ള സ്വഭാവം അതിനൊരു വൈകാരികമായ ഭാവം കൂടി കൊടുക്കും. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എവിടെയായിരുന്നു? ഈ സമയത്ത് അറ്റാക്ക് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സൂചനകൾ കൊടുത്തോ? മോക്ക് ഡ്രില്ലിന് വേണ്ടി രാജ്യം ഒരുങ്ങുകയായിരുന്നില്ലേ? മോക്ക് ഡ്രിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തിരിച്ചടി എന്ന് കരുതിയ പാകിസ്ഥാന് മോക്ക് ഡ്രിൽ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തിരിച്ചടി കൊടുത്തില്ലേ? ഇതേ സാഹചര്യമായിരുന്നില്ലേ? ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി അവസാനം പങ്കെടുത്ത ചടങ്ങെന്ന് പറയുന്നത് ഏതൊരു മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ ഇന്നലെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. രാജ്യത്തെ വികസന പദ്ധതികൾ മഹാരാഷ്ട്രയിൽ അദ്ദേഹം പ്രസംഗിച്ചു, ബീഹാറിൽ പ്രസംഗിച്ചു, അതിനുശേഷം വിഴിഞ്ഞത്ത് വന്ന് പ്രസംഗിച്ചു, ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനത്തെ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പ്രോജക്റ്റിലും അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മറ്റൊരു പരിപാടിയിൽ ഒരു സൂചനയെങ്കിലും നൽകിയോ ഈ മിലിറ്ററി ആക്ഷൻ? ആ മുഖത്ത് ഇത്തരം മിലിറ്ററി ആക്ഷൻ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഇതറിയാമായിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ എന്തെങ്കിലും ഭാവം പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു? സമാനമായ രീതിയിലായിരുന്നില്ലേ 2019 ആക്രമണം നടക്കുന്ന സമയത്ത്, ബാലാക്കോട്ടയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് അന്നും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കോൺക്ലേവിൽ പങ്കെടുക്കുകയായിരുന്നു. ആ മണിക്കൂറുകൾക്കുള്ളിൽ പുലർച്ചയോടുകൂടി, അന്ന് ഫെബ്രുവരി 25 പങ്കെടുക്കുന്നു, 26 രാവിലെ അടിക്കുന്നു. വാർ മെമ്മോറിയലിൽ പോയി സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് വാർ മെമ്മോറിയൽ രാജ്യത്തിന് സമർപ്പിക്കുന്നു. ഒരു സൂചനയും മോദി നൽകിയില്ല. ആ മുഖത്തൊന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആ ബോഡി ലാംഗ്വേജ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ആ ബോഡി ലാംഗ്വേജ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയായി മാറുന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ രാജ്യത്ത് ഈ നിമിഷം നമ്മൾ നടത്തിയ ഈ മിലിറ്ററി മൂവ്മെന്റിനെ ഏതർത്ഥത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്?